സാമ്പത്തിക രംഗങ്ങളെ ഒരുപോലെ പിടിച്ചുവെച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റ് സൊസൈറ്റിയുടെ ചാരുമൂട് ശാഖയിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കായംകുളം നഗരസഭയിലെ ചേരാവള്ളി മുറിയിൽ ആലാമൂട്ടിൽ വീട്ടിൽ നുജുമുദ്ദീൻ എന്ന 65-കാരനാണ് നൂറനാട് പോലീസിന്റെ പിടിയിലായത്. ഈ അറസ്റ്റിന് പിന്നിൽ കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ കഥ മാത്രമല്ല, മറിച്ച് ജനപ്രതിനിധി എന്ന പദവിയുടെ മറവിൽ നടന്ന വഞ്ചനയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കായംകുളം മുനിസിപ്പാലിറ്റിയിലെ 26-ാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നുജുമുദ്ദീൻ കഴിഞ്ഞ ദിവസം കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിയമത്തിന്റെ വലയിലായത്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഭരണചക്രമേറിയ വ്യക്തി മണിക്കൂറുകൾക്കുള്ളിൽ അഴിമതി കേസിൽ അഴിക്കുള്ളിലായ വാർത്ത കായംകുളത്തെയും സമീപ പ്രദേശത്തെയും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. 2020 മുതൽ 2024 വരെയുള്ള കാലയളവിൽ വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന നുജുമുദ്ദീൻ തന്റെ പദവി ഉപയോഗിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കായംകുളത്തും ചാരമൂട്ടിലും പ്രശസ്തമായ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിവരുന്ന ഇയാൾക്ക് സമൂഹത്തിൽ വലിയ തോതിലുള്ള വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഈ വിശ്വാസ്യത മുതലെടുത്താണ് സാധാരണക്കാരായ വ്യാപാരികളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ സൊസൈറ്റിയിലേക്ക് സമാഹരിച്ചത്. തുടക്കത്തിൽ ആകർഷകമായ പലിശ വാഗ്ദാനം ചെയ്ത നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും പിന്നീട് വൻതോതിൽ ചിട്ടിയിടപാടുകൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും തുക തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറം ലോകം അറിയുന്നത്. നിക്ഷേപകർ പണത്തിനായി സൊസൈറ്റിയെ സമീപിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാനോ തുക മടക്കി നൽകാനോ അധികൃതർ തയ്യാറായില്ലെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. തട്ടിപ്പിന് ഇരയായവർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നുജുമുദ്ദീനും കൂട്ടാളികളും ഗുണ്ടാ സ്വഭാവത്തോടെയുള്ള ഭീഷണി മുഴക്കിയെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. നിക്ഷേപകർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതോടെ ഇയാൾ ഒളിവിൽ പോകാനും പിന്നീട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിച്ചു. ഇതിനിടെയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അപ്രതീക്ഷിത വിജയം നേടുകയും ചെയ്തത്. എന്നാൽ നിക്ഷേപകരുടെ തുടർച്ചയായ പരാതികളെ തുടർന്ന് നൂറനാട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. നുജുമുദ്ദീനും മറ്റു പ്രതികൾക്കുമെതിരെ നിലവിൽ 7ഓളം ഗൗരവമായ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മാത്രം സൊസൈറ്റിക്ക് ഏകദേശം 6,18,68,346 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നതോടെ തുകയുടെ അളവ് 10 കോടി കടക്കാനാണ് സാധ്യതയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ MK എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. തട്ടിപ്പിന്റെ ആഴവും പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും പരിഗണിച്ച് അതീവ ജാഗ്രതയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. കായംകുളത്തെ ഇയാളുടെ സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിൽ വെച്ചാണ് നൂറനാട് SHO S ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നുജുമുദ്ദീനെ പിടികൂടിയത്. SI അജിത് K, രാജേന്ദ്രൻ B, സിവിൽ പോലീസ് ഓഫീസർ ജയേഷ് V എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സൊസൈറ്റിയുടെ മറ്റ് ഭരണസമിതി അംഗങ്ങളിലേക്കും ഈ അന്വേഷണം നീളുകയാണ്. സൊസൈറ്റിയുടെ പണം എവിടേക്ക് മാറ്റിയെന്നും ഇയാൾ നടത്തിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളർച്ചയിൽ ഈ തട്ടിപ്പ് പണത്തിന് പങ്കുണ്ടോ എന്നും ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിരീക്ഷിച്ചേക്കാം. സാധാരണക്കാരായ ചെറുകിട വ്യാപാരികളും പ്രവാസികളും വിയർപ്പൊഴുക്കി സമ്പാദിച്ച തുകയാണ് ഇത്തരത്തിൽ ഹരിക്കപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പൊതുവികാരം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അനുമതി മറയ്ക്കാനുള്ള കവചമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. സൊസൈറ്റിയുടെ രേഖകളിൽ കൃത്രിമം കാണിച്ചും ബെനാമി പേരുകളിൽ വായ്പകൾ തരപ്പെടുത്തിയുമാണ് ഈ കോടികളുടെ കൊള്ള നടത്തിയെന്നാണ് കരുതപ്പെടുന്നത്. നൂറനാട് പോലീസിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിയിലെ രേഖകൾ പിടിച്ചെടുത്ത് ഓഡിറ്റിംഗ് വിധേയമാക്കി വരികയാണ്. രാഷ്ട്രീയ ഭേദമന്യേ നുജുമുദ്ദീനെതിരെ ജനരോഷം ശക്തമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സൊസൈറ്റിയിലെ മറ്റ് അംഗങ്ങളുടെയും ഈ തട്ടിപ്പിൽ പങ്കാളിയായവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടെ കായംകുളത്തെ ഈ സാമ്പത്തിക വഞ്ചനയുടെ പൂർണ്ണരൂപം പുറത്തുവരിക തന്നെ ചെയ്യും.